വുളു എടുക്കൽ സുന്നത്തുള്ള സന്ദർഭങ്ങൾ. ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി വുളു സുന്നത്തുണ്ട്. നമുക്ക് കാണാതെ അറിയുന്ന സൂറത്തുകൾ മുസ്ഹഫിൽ സ്പർശിക്കാതെ, മുസ്ഹഫ് ചുമക്കാതെ ഓതുന്നതിന് വുളു വേണം എന്നില്ല. വുളു ഇല്ലാതെ സുജൂദ് ചെയ്യുക എന്നുള്ളത് നിഷിദ്ധമായ കാര്യമാകുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ആദരണീയരായ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, സമ്പൂർണമായ വുളു എടുക്കുന്ന രീതി കഴിഞ്ഞ എപ്പിസോഡിൽ നാം വിവരിച്ചു. ഇന്ന് നമുക്ക് വുളു സുന്നത്തുള്ള പല സന്ദർഭങ്ങളും ഉണ്ട്, അതിനെക്കുറിച്ച് വിശദീകരിക്കാം. കൂട്ടത്തിൽ വുളു മുറിയുന്ന കാര്യങ്ങളെ കൂടെ ഒന്ന് ചർച്ച ചെയ്യാം. വുളു മുറിയുന്ന കാര്യങ്ങളെ നമുക്ക് ആദ്യം പറയാം. വുളു മുറിയുന്ന കാര്യങ്ങൾ 4 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, മനുഷ്യന്റെ മുൻദ്വാരത്തിൽ കൂടിയോ പിൻദ്വാരത്തിൽ കൂടിയോ മനീയല്ലാത്ത, ഇന്ദ്രിയമല്ലാത്ത വല്ല വസ്തുവും പുറപ്പെട്ടാൽ വുളു മുറിയുന്നതാണ്. മൂത്രം പുറത്തേക്ക് വന്നാൽ, കാഷ്ടം പുറത്തേക്ക് വന്നാൽ, അതല്ലെങ്കിൽ മറ്റു കാറ്റോ അല്ലെങ്കിൽ മറ്റു വല്ലതുമോ പുറത്തേക്ക് വന്നാൽ വുളു മുറിയുന്നതാണ്. സാധാരണഗതിയിൽ മുൻദ്വാരവും പിൻദ്വാരവുമായി മൂത്രമൊഴിക്കുന്ന അല്ലെങ്കിൽ കാഷ്ടിക്കുന്ന ആ ദ്വാരത്തിലൂടെ വന്നാലാണ് മുറിയുന്നത്. അതേസമയം പൊക്കിളിന്റെ താഴെ മൂത്രതടസ്സം ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ കാഷ്ടം പുറത്തേക്ക് പോകുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ട് പൊക്കിളിന്റെ താഴെ ഒരു ദ്വാരം പുതുതായി നാം നിർമ്മിച്ചു. ആ ദ്വാരത്തിലൂടെ പുറപ്പെട്ടാലും വുളു മുറിയുന്നതാകുന്നു. അതുപോലെ തന്നെ വുളു മുറിയുന്ന മറ്റൊരു കാര്യമാകുന്നു ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക എന്നുള്ളത്. ഒരാൾക്ക് ഭ്രാന്ത് പിടിപെട്ടു, അല്ലെങ്കിൽ ബോധക്ഷയം സംഭവിച്ചു, അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചു. ഇത്തരം ഘട്ടങ്ങളിലൊക്കെ ബുദ്ധിക്ക് വകതിരിവ് നഷ്ടപ്പെടാറുണ്ട്. അങ്ങനെ നഷ്ടപ്പെട്ടാൽ അയാളുടെ വുളു മുറിയുന്നതാണ്. അതുപോലെ തന്നെ ഗാഢമായ നിദ്ര, ഉറക്കം, ആ ഉറക്കം മുഖേനയും ബുദ്ധിയുടെ വകതിരിവ് നഷ്ടപ്പെടും. അത്തരം ഉറക്കുകൊണ്ട് വുളു മുറിയുന്നതാകുന്നു. അതേസമയം ഉറങ്ങാൻ വേണ്ടി കിടന്നിട്ടേ ഉള്ളൂ, ഗാഢമായ ഉറക്കിലേക്ക് പ്രവേശിച്ചിട്ടില്ല, അല്ലെങ്കിൽ കസേരയിൽ ഇരുന്നു കൊണ്ട് പത്രം വായിക്കുമ്പോഴോ മറ്റുള്ള പുസ്തകങ്ങൾ വായിക്കുമ്പോഴോ ഒക്കെ ചെറിയ രൂപത്തിലൊന്ന് ഉറങ്ങിപ്പോയി, ആ ഒരു ഉറക്ക് കൊണ്ട് വുളു മുറിയില്ല. കാരണം ആ ഒരു ഉറക്ക് പലപ്പോഴും ഒരു ഗാഢമായ ഉറക്കിലേക്ക് പ്രവേശിച്ചിട്ടില്ല. മറിച്ച് പുറത്ത് നടക്കുന്ന ശബ്ദങ്ങളെ നാം കേൾക്കുന്നുണ്ട്, സംസാരങ്ങളെ നാം ശ്രവിക്കുന്നുണ്ട്, പക്ഷെ എന്താണെന്ന് കൃത്യമായി മനസ്സിലാകുന്നില്ല. ആ ഒരു രൂപത്തിൽ പുറത്തുള്ള ശബ്ദങ്ങൾ കേൾക്കുന്നു, സംസാരങ്ങൾ കേൾക്കുന്നു, കൃത്യമായി മനസ്സിലാകുന്നില്ല. നാം ഒരു അർദ്ധ ഉറക്കിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. തൂങ്ങി ഉറക്കം എന്നൊക്കെ വേണമെങ്കിൽ അതിന് പറയാം. അത്തരം ഉറക്കുകൊണ്ട് വുളു മുറിയുകയില്ല. അതേസമയം ഗാഢമായ ഉറക്കിലേക്ക് എത്തിയാൽ വുളു മുറിയുന്നതാണ്. അതുപോലെ തന്നെ ഇരിപ്പിടത്തിൽ അവന്റെ ഇരിപ്പിടം ഉറപ്പിച്ചുകൊണ്ട് പിൻദ്വാരത്തിലൂടെ ഇനിയൊരു കാറ്റോ മറ്റോ പോകാൻ സാധ്യതയില്ലാത്ത വിധം ശക്തമായി ഉറപ്പിച്ചുകൊണ്ട് ഇരുന്നുറങ്ങുകയാണ് എങ്കിലും അവന്റെ വുളു മുറിയുകയില്ല. ഇതല്ലാത്ത ഉറക്കം, ഗാഢമായ ഉറക്കം കൊണ്ട് വുളു മുറിയും. ഇരുന്നു കൊണ്ട് ഇരിപ്പിടത്തിൽ ഉറപ്പിച്ചുകൊണ്ട് പിൻദ്വാരത്തിലൂടെ കാറ്റോ മറ്റോ വസ്തുക്കളോ പുറത്തു പോകാൻ ഒരു സാധ്യതയും ഇല്ല എന്ന് ഉറപ്പിക്കലോടുകൂടെ ഇരുന്നുറങ്ങിയാൽ ആ ഉറക്കുകൊണ്ട് വുളു മുറിയുകയില്ല. അത് ഗാഢമായി ഉറങ്ങിയാലും വുളു മുറിയുകയില്ല. അല്ലാതെ സാധാരണഗതിയിൽ നാം കിടന്നുറങ്ങി അങ്ങനെയുള്ള ഉറക്കുകൊണ്ടൊക്കെ വുളു നഷ്ടപ്പെടുന്നതാണ്, വുളു മുറിയുന്നതാകും. വുളു മുറിയുന്ന മൂന്നാമത്തെ കാര്യം മുൻകൈയിന്റെ പള്ള കൊണ്ട് മനുഷ്യന്റെ ഗുഹ്യസ്ഥാനം സ്പർശിക്കുക എന്നുള്ളതാണ്. സ്വന്തം ഗുഹ്യസ്ഥാനമോ മറ്റുള്ളവരുടെ ഗുഹ്യസ്ഥാനമോ സ്പർശിച്ചാൽ വുളു മുറിയും. അത് മുൻദ്വാരമാണെങ്കിലും പിൻദ്വാരമാണെങ്കിലും
അതിനെ സ്പർശിച്ചാൽ വുളൂ മുറിയുന്നതാണ്. മുറിക്കപ്പെട്ട മുൻ ലൈംഗികാവയവത്തിനെ സ്പർശിച്ചാലും വുളൂ മുറിയുന്നതാണ്. അത് മയ്യത്തിൻ്റെത് സ്പർശിച്ചാലും ചെറിയ കുട്ടികളുടേത് സ്പർശിച്ചാലും വുളൂ മുറിയുന്നതാണ്. മയ്യത്തിൻ്റെത് സ്പർശിച്ചാൽ മയ്യത്തിൻ്റെത് മുറിയുകയില്ല. മയ്യത്തിന് കുളിപ്പിക്കുന്നതിന്റെ മുമ്പ് വുളൂ എടുത്തു കൊടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. എന്നാൽ മയ്യത്തിന് വുളൂ എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മയ്യത്തിന്റെ വുളൂ മുറിയുകയില്ല. മയ്യത്തിന്റെ മുൻദ്വാരത്തിൽ കൂടെയോ പിൻദ്വാരത്തിൽ കൂടെയോ വല്ല വസ്തുവും നജസ് പുറപ്പെട്ടു, അങ്ങനെ പുറപ്പെട്ടാൽ പോലും മയ്യത്തിന്റെ വുളൂ മുറിയുകയില്ല. നജസ് വൃത്തിയാക്കൽ നമുക്ക് നിർബന്ധമായിട്ട് വരും. മയ്യത്തിനെ ഒരു അന്യ പുരുഷനായ മയ്യത്തിന് അന്യ സ്ത്രീ സ്പർശിച്ചാലും മയ്യത്തിന്റെ വുളൂ മുറിയുകയില്ല. അതേസമയം സ്പർശിച്ച വ്യക്തിയുടെ വുളൂ മുറിയുന്നതാണ്. ഇതുപോലെ തന്നെ വുളൂ മുറിയുന്ന നാലാമത്തെ കാര്യം, വലിയവരായ സ്ത്രീ പുരുഷന്മാർ പരസ്പരം തൊലി തമ്മിൽ ചേരുക എന്നുള്ളതാണ്. പരസ്പരം ടച്ച് ചെയ്യും. ബസ്സിലോ മറ്റോ പോകുമ്പോൾ അന്യ സ്ത്രീയുടെ കൈയും നമ്മുടെ പുരുഷന്റെ കൈയും കൂടെ പരസ്പരം ടച്ച് ചെയ്താൽ വുളൂ മുറിയുന്നതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. ബലാത്കാരേന നിർബന്ധ രൂപത്തിൽ മറ്റൊരാൾ സ്പർശിപ്പിച്ചതാണ് എങ്കിൽ പോലും അവിടെ വുളൂ മുറിയുന്നതാണ്. നാം തൊടുന്ന സമയത്ത് സ്ത്രീ പുരുഷനെ തൊടുമ്പോയോ പുരുഷൻ സ്ത്രീയെ തൊടുമ്പോയോ വികാരമൊന്നുമില്ല എങ്കിൽ പോലും അന്യ പുരുഷനാണോ അന്യ സ്ത്രീയാണോ എങ്കിൽ അവരുടെ വുളൂ മുറിയുന്നതാകുന്നു. ഈ 4 കാര്യങ്ങളാണ് വുളൂ മുറിയുന്നതായിട്ട് നമുക്കുള്ളത്. ഈ 4 കാര്യങ്ങളെ കൊണ്ട് വുളൂ നഷ്ടപ്പെടും. വുളൂ നഷ്ടപ്പെട്ടാൽ വീണ്ടും വുളൂ എടുക്കുക എന്നുള്ളത് പ്രത്യേകം സുന്നത്തുണ്ട്. നിസ്കാരത്തിന് വേണ്ടിയും മറ്റുമൊക്കെയാണ് വുളൂ നിർബന്ധമാകുന്നത്. അതേസമയം ഏതൊരു സമയത്തും ദായിമുൽ വുളൂ, നിത്യമായി വുളൂ ഉണ്ടായിരിക്കുക എന്നുള്ളത് ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാകുന്നു. വുളൂ മുറിയാതെ തന്നെ അടുത്ത വുളൂ എടുക്കുന്നതും ചിലപ്പോൾ സുന്നത്തായി വരുന്നുണ്ട്. ളുഹ്റിന് എടുത്ത വുളൂ മുറിഞ്ഞിട്ടില്ല, എന്നാൽ അസ്റിന് തജ്ദീദുൽ വുളൂ പുതുക്കുക എന്നുള്ളത് പ്രത്യേകം സുന്നത്തുണ്ട്. മഗ്രിബിന് വുളൂ മുറിഞ്ഞില്ല, എന്നാൽ മഗ്രിബിന് വേറെ വുളൂ എടുക്കൽ നിർബന്ധമൊന്നുമില്ല എങ്കിലും വുളൂ പുതിയതായി ഒരു വുളൂ പുതുക്കുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ്. വുളൂ സുന്നത്തുള്ള ധാരാളം സന്ദർഭങ്ങളുണ്ട്. അല്പം ചില കാര്യങ്ങളെ നമുക്ക് ചർച്ച ചെയ്യാം. നഖം മുറിച്ചാൽ വുളൂ എടുക്കൽ സുന്നത്തുണ്ട്. നിർബന്ധമില്ല, നഖം മുറിച്ചത് കൊണ്ട് വുളൂ മുറിയുകയില്ല. വുളൂ മുറിയുന്ന 4 കാര്യങ്ങളെ നാം പരിചയപ്പെട്ടു. നഖം മുറിച്ചത് കൊണ്ട് വുളൂ മുറിയില്ല എങ്കിലും നഖം വെട്ടിയാൽ വുളൂ എടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. മീശ വെട്ടി വുളൂ മുറിയില്ല, പക്ഷേ നേരത്തെ വുളൂ ഉണ്ട് എങ്കിൽ മീശ വെട്ടിയതിന്റെ പേരിൽ വുളൂ എടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. അതുപോലെ തന്നെ തലമുണ്ടനം ചെയ്തു, തലമുടി വടിച്ചു കളഞ്ഞു, വുളൂ മുറിയില്ല, പക്ഷേ വുളൂ ഉണ്ടെങ്കിൽ പോലും അവിടെ ഒരു വുളൂ എടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. ഛർദിച്ചു, വുളൂ മുറിയില്ല എങ്കിൽ പോലും വുളൂ എടുക്കൽ, ഛർദിച്ചതിന്റെ പേരിൽ പുതുതായി ഒരു വുളൂ കൂടെ എടുക്കുക എന്നുള്ളത് പ്രത്യേകം സുന്നത്തുണ്ട്. മയ്യത്തിനെ ചുമന്നു, ജനാസയെ പള്ളിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ചുമന്നത് നമ്മളാണ്, എന്നാൽ അതിന്റെ പേരിൽ ഒരു വുളൂ സുന്നത്തുണ്ട്. മയ്യത്തിനെ ചുമന്നതിന്റെ പേരിൽ വുളൂ മുറിയില്ല എങ്കിലും വുളൂ എടുക്കൽ സുന്നത്തുണ്ട്. മയ്യത്തിനെ സ്പർശിച്ചതുകൊണ്ട് അന്യ പുരുഷൻ അന്യ സ്ത്രീയെ സ്പർശിച്ചത് എങ്കിൽ വുളൂ മുറിയും. അല്ലാതെ പുരുഷനെ സ്പർശിച്ചു, ഒരു മരിച്ചു കിടക്കുന്ന പുരുഷൻ സ്പർശിച്ചു, അവിടെ വുളൂ മുറിയില്ല. മരിച്ചു കിടക്കുന്ന സ്ത്രീയെ ഒരു സ്ത്രീ സ്പർശിച്ചു, വുളൂ മുറിയില്ല. അതേസമയം മരിച്ചു കിടക്കുന്നത് കാണാൻ പറ്റുന്ന സ്ത്രീകളാണ്, കാണാൻ പറ്റുന്ന പുരുഷന്മാരാണ്. അത്തരം സ്ത്രീകളെയോ പുരുഷന്മാരെയോ സ്പർശിച്ചതുകൊണ്ട് വുളൂ മുറിയില്ല. വുളൂ മുറിഞ്ഞിട്ടില്ലെങ്കിൽ പോലും മയ്യത്തിനെ സ്പർശിച്ചതുകൊണ്ട് വുളൂ എടുക്കൽ സുന്നത്തായി വരുന്നുണ്ട്. അതുപോലെ തന്നെ അമ്രതിനെ സ്പർശിച്ചാൽ, അമ്രത് എന്ന് പറഞ്ഞാൽ താടിയും മീശയും മുളക്കാത്ത ഭംഗിയുള്ള ആൺകുട്ടികൾ, അത്തരം ആൺകുട്ടികളെ സ്പർശിച്ചാലും വുളൂ എടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. പുരുഷനാണ് സ്പർശിച്ചതെങ്കിൽ പോലും വുളൂ എടുക്കൽ സുന്നത്തുണ്ട്. അതുപോലെ തന്നെ ചെറിയ പെൺകുട്ടികളെ സ്പർശിച്ചാൽ വുളൂ മുറിയില്ല. വലിയ ആൺകുട്ടിയും പെൺകുട്ടിയും പരസ്പരം, വലിയ ആണും സ്ത്രീയും പുരുഷനും പരസ്പരം ശരീരം കൊണ്ട് സ്പർശിച്ചാലാണ് വുളൂ മുറിയുന്നത്. ചെറിയ പെൺകുട്ടി, അതായത് കാണാൻ ആശിക്കപ്പെടുന്ന പ്രായമെത്താത്തതായ പെൺകുട്ടി,
ആ പെൺകുട്ടിയെ തൊട്ടത് കൊണ്ട് വുളു മുറിയില്ല എങ്കിലും അന്യ സ്ത്രീയാണ് എങ്കിൽ വുളു എടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. വെള്ളപ്പാണ്ട് ബാധിച്ചവനെ സ്പർശിച്ചു, വുളു എടുക്കൽ സുന്നത്തുണ്ട്. അന്യമതസ്ഥരായ ഒരാളെ സ്പർശിച്ചു, അതുകൊണ്ട് വുളു മുറിയില്ല എങ്കിലും വുളു എടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. ഗുഹ്യരോമം സ്പർശിച്ചു, വുളു മുറിയില്ല, പക്ഷെ വുളു എടുക്കൽ സുന്നത്തുണ്ട്. 2 വൃഷ്ണങ്ങളെ സ്പർശിച്ചു, വുളു മുറിയില്ല. ലൈംഗിക അവയവം മാത്രം സ്പർശിച്ചാലാണ് വുളു മുറിയുന്നത്. അതേസമയം കൃഷ്ണസഞ്ചിയെ സ്പർശിച്ചതുകൊണ്ട് വുളു മുറിയില്ല എങ്കിലും അവിടെ വുളു എടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. നമ്മുടെ തുടയുടെ മുരട് ഭാഗം, ആ ഭാഗത്ത് സ്പർശിച്ചാലും വുളു മുറിയില്ല എങ്കിലും വുളു എടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. അതുപോലെ തന്നെ അന്യ സ്ത്രീയെ സ്പർശിച്ചാൽ വുളു മുറിയും എന്ന് നാം പറഞ്ഞു. അന്യ സ്ത്രീയുടെ മുടി സ്പർശിച്ചാൽ വുളു മുറിയുകയില്ല, പക്ഷെ വുളു എടുക്കൽ സുന്നത്തുണ്ട്. അന്യ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ ചേരുമ്പോഴാണ് വുളു മുറിയുന്നത്. മുടി സ്പർശിച്ചതുകൊണ്ടോ നഖം സ്പർശിച്ചതുകൊണ്ടോ ഒന്നും വുളു മുറിയുകയില്ല എങ്കിലും മുടി സ്പർശിച്ചാലും നഖം സ്പർശിച്ചാലും ഒക്കെ വുളു എടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. അന്യ സ്ത്രീയിൽ നിന്ന് വേർപിരിഞ്ഞ അവയവം, ആ അവയവം സ്പർശിച്ചാൽ വുളു മുറിയില്ല. അതേസമയം അത് സ്പർശിച്ചതിന്റെ പേരിൽ വുളു എടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. അതുപോലെ തന്നെ നാൽക്കാലികളുടെ ലൈംഗികാവയവം, അതിനെ സ്പർശിച്ചാൽ വുളു മുറിയില്ല എങ്കിലും വുളു എടുക്കൽ സുന്നത്തുണ്ട്. വികാരത്തോടുകൂടെയുള്ള നോട്ടം, അന്യ സ്ത്രീയെ കണ്ടപ്പോൾ അല്ലെങ്കിൽ അന്യ പുരുഷനെ കണ്ടപ്പോൾ വൈകാരികമായി നാം നോക്കിയതുകൊണ്ട് വുളു മുറിയില്ല എങ്കിലും വുളു എടുക്കൽ അവിടെ പ്രത്യേകം സുന്നത്തുണ്ട്. തെറ്റായ കാര്യങ്ങളെ കുറെ സംസാരിച്ചത് കൊണ്ട് വുളു മുറിയില്ല. കുറെ ഗീബത്തും നമീമത്തും ഒക്കെ പറഞ്ഞിരുന്നു, ചെയ്തത് വലിയ തെറ്റാണ് എങ്കിലും അതുകൊണ്ട് വുളു മുറിയില്ല എങ്കിലും വുളു എടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. കളവും ഏഷണിയും പരദൂഷണവുമായി സംസാരിച്ചിരുന്നു, വലിയ തെറ്റായ കാര്യമാണ്. അത് നാം നിർവഹിച്ചാൽ, അത്തരം ഒരു തെറ്റായ സംസാരത്തിൽ നാം ഏർപ്പെട്ടാൽ വുളു എടുക്കുക എന്നുള്ളത് പ്രത്യേകം സുന്നത്തുണ്ട്. ദേഷ്യം വന്നാൽ വുളു എടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. ചില ആളുകൾക്കൊക്കെ നിയന്ത്രിക്കാൻ പറ്റാത്ത രൂപത്തിൽ വലിയ ദേഷ്യം പിടിക്കും. ദേഷ്യം പിശാചിൽ നിന്നുണ്ടാകുന്നതാണ്. പിശാച് അഗ്നിയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ആളാണ്. അഗ്നിയെ അണച്ചു കളയാൻ വെള്ളമാണല്ലോ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളം കൊണ്ട് വുളു എടുക്കുന്നത് ദേഷ്യത്തെ അണച്ചു കളയാൻ സാധിക്കുമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ശക്തമായ ദേഷ്യം വരുന്ന ആളുകൾ, ഭാര്യയോട് ദേഷ്യം പിടിക്കുന്നവർ, ഭർത്താക്കന്മാരോട് പരസ്പരം ദേഷ്യം പിടിക്കുന്നവർ, ദേഷ്യം വരുമ്പോൾ വേഗം പോയി വുളു എടുത്തു നോക്കൂ. ആ ദേഷ്യത്തിന് ഒരൽപ്പം ശമനം ലഭിക്കും. ദേഷ്യമുണ്ടാകുന്ന സമയത്ത് വുളു എടുക്കുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താകും. അതുപോലെ തന്നെ വുളു എടുക്കൽ പ്രത്യേകം സുന്നത്തുള്ള ഒന്നാണ്. ഒരു വുളു കൊണ്ട് ഒരു ഫർള് നിസ്കാരം നിർവഹിച്ചു, എന്നാൽ അടുത്ത ഫർള് നിസ്കാരത്തിന് വേണ്ടി തജ്ദീദുൽ വുളു പുതുക്കുക എന്നുള്ളത് പ്രത്യേകം സുന്നത്തുണ്ട്. ഇനി ചില കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വുളു എടുക്കൽ പ്രത്യേകം, ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പ്രത്യേകം വുളു എടുക്കുക എന്നുള്ളത് സുന്നത്തുണ്ട്. ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി വുളു സുന്നത്തുണ്ട്. നമുക്കറിയാവുന്ന രൂപത്തിൽ മുസ്ഹഫ് തൊടാതെ സ്പർശിക്കാതെ ഖുർആൻ ഓതാൻ വുളു നിർബന്ധമില്ല. എന്നിരുന്നാലും ഖുർആൻ ഓതാൻ വേണ്ടി കാണാതെ യാസീൻ സൂറത്ത് ഓതാൻ നമുക്കറിയും. അങ്ങനെ ഓതുന്നതിന് വുളു നിർബന്ധമൊന്നുമില്ല, എങ്കിലും വുളു എടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. അതേസമയം മുസ്ഹഫ് തൊടാനും മുസ്ഹഫ് ചുമക്കാനുമൊക്കെ വുളു നിർബന്ധമാണ്. നമുക്ക് കാണാതെ അറിയുന്ന സൂറത്തുകൾ മുസ്ഹഫിൽ സ്പർശിക്കാതെ, മുസ്ഹഫ് ചുമക്കാതെ ഓതുന്നതിന് വുളു വേണം എന്നില്ല, എങ്കിലും വുളു എടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നതിന്, ഹദീസ് കേൾക്കുന്നതിന്, അതുപോലെ തന്നെ ഇൽമ് കേൾക്കുന്നതിനൊക്കെ വുളു എടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. ഇൽമിന്റെ സദസ്സുകളിൽ പങ്കെടുക്കാനൊക്കെ പ്രത്യേകം വുളു എടുത്തുകൊണ്ട് അതിൽ പങ്കെടുക്കുക എന്നുള്ളത് പുണ്യകരമാകുന്നു. ആ സദസ്സിന്റെ വലിയ ബറക്കത്തും മറ്റുമൊക്കെ ലഭിക്കാൻ കൂടുതൽ അത് പ്രയോജനമാകുന്നതും ആകുന്നു. അതുപോലെ തന്നെ ദിക്റ് ചൊല്ലുന്നതിന് വേണ്ടി, ദിക്റ് വുളു ഇല്ലാതെ നമുക്ക് ചൊല്ലാം, എന്നിരുന്നാലും വുളുവോടുകൂടെ ദിക്റ് ചൊല്ലുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താകുന്നു. പള്ളിയിൽ പ്രവേശിക്കാൻ വുളു നിർബന്ധമൊന്നുമില്ല, അതേസമയം പള്ളിയിൽ പ്രവേശിക്കുന്നതിന് വുളു എടുക്കുക എന്നുള്ളത് സുന്നത്താകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശുദ്ധ റൗള ശരീഫ് സന്ദർശിക്കുമ്പോൾ വുളു എടുക്കൽ സുന്നത്താകുന്നു. അതുപോലെ തന്നെ മറ്റു സ്വാലിഹീങ്ങളുടെ ഖബറുകൾ
മറ്റു ഖബർസ്ഥാനുകളൊക്കെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അത് ആരുടെ ഖബറാണ് എങ്കിലും ഔലിയാക്കളുടേതും അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കൾ അവരുടെയൊക്കെ ഖബർ സന്ദർശിക്കാൻ പോകുമ്പോൾ വുളു ഉണ്ടായിരിക്കുക എന്നുള്ളത് പ്രത്യേകം സുന്നത്തുണ്ട്. ജുമഅയുടെ ഖുതുബ അല്ലാത്ത ഖുതുബകൾക്ക് വുളു ഉണ്ടാകൽ സുന്നത്താകുന്നു. ജുമഅ ഖുതുബ ഓതുന്ന ഖത്തീബിന് വുളു ഉണ്ടായിരിക്കൽ നിർബന്ധമാകുന്നു. അതേസമയം നിക്കാഹിന്റെ ഖുതുബ, മഴയെ തേടുന്ന നിസ്കാരത്തിലുള്ള ഖുതുബ, ഗ്രഹണ നിസ്കാരത്തിലുള്ള ഖുതുബ, അത്തരം നിസ്കാരങ്ങൾക്ക് വേണ്ടി ഖുതുബ നിർവഹിക്കുന്ന സമയത്ത് വുളു ഉണ്ടായിരിക്കുക എന്നുള്ളത് സുന്നത്തായ കാര്യമാകുന്നു. അതുപോലെ തന്നെ ഉറങ്ങുന്ന സമയത്ത് നമുക്ക് വുളു ഉണ്ടായിരിക്കണം. പലപ്പോഴും പലരും വുളു ഇല്ലാതെ കിടന്നുറങ്ങുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഒരിക്കലും ഉണ്ടാകരുത്. ഉറങ്ങുന്ന സമയത്ത് നമുക്കൊരു വുളു ഉണ്ടായിരിക്കണം. കാരണം ഉറക്കം എന്നുള്ളത് മരണത്തിന്റെ ഒരു ഭാഗമാകുന്നു. നമ്മുടെ ആത്മാവ് നമ്മുടെ നിയന്ത്രണത്തിലല്ലാതെ വരുന്ന, ശരീരം തളർന്നു കിടക്കുന്ന ഒരു സമയമാകുന്നു. എത്രയോ ആളുകൾ ഉറക്കിൽ മരണപ്പെട്ടു പോകുന്ന സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉറക്കം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരുപാട് അദബുകളും സുന്നത്തുകളും ഉറക്കത്തിനുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് വിവരിക്കാം. ഉറങ്ങുന്ന സമയത്ത് ഒരു വുളു ഉണ്ടാവുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ്. എന്നാൽ പ്രഭാതം വരെ വുളുഇലായ പ്രതിഫലം അയാൾക്ക് ലഭിക്കും. സംഗതി ഗാഠമായ നിദ്രയിലേക്ക് പ്രവേശിച്ച് കിടന്നുറങ്ങിയാൽ വുളു മുറിയും എങ്കിലും ഉറങ്ങാൻ വേണ്ടി വുളു എടുക്കുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താകുന്നു. അങ്ങനെ വുളു ഉള്ള ആൾക്ക് പ്രഭാതം വരെ വുളുഇലായ പ്രതിഫലം രേഖപ്പെടുത്തപ്പെടുകയും ചെയ്യുന്നതാകുന്നു. ബാങ്ക് കൊടുക്കാൻ വേണ്ടിയും ഇഖാമത്ത് കൊടുക്കാൻ വേണ്ടിയും വുളു നിർബന്ധമില്ല എങ്കിലും പ്രത്യേകം വുളു എടുക്കുക എന്നുള്ളത്, വുളുവോടുകൂടെ ബാങ്ക് കൊടുക്കുക എന്നുള്ളതും ഇഖാമത്ത് കൊടുക്കുക എന്നുള്ളതും സുന്നത്താകുന്നു. ജനാബത്ത് പോലത്തെ കുളി കുളിക്കുമ്പോൾ ആ കുളിയുടെ മുമ്പ് വുളു ഉണ്ടാവുക എന്നുള്ളത് ശക്തമായ സുന്നത്താകുന്നു. വുളു എടുത്തുകൊണ്ടായിരിക്കണം നാം കുളിയിലേക്ക് പ്രവേശിക്കേണ്ടത്. ജനാബത്തുകാരൻ തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയാണ്, കുളിക്കുന്നതിന് മുമ്പ് തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയാണ് എങ്കിൽ അവിടെയും വുളു എടുക്കുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ്. ജനാബത്തുകാരൻ ഭാര്യയും ഭർത്താവും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു, ജനാബത്തുകാരായി, എന്നാൽ ഉടനെ കുളിക്കുക എന്നുള്ളത് നല്ല കാര്യമാണ്. അതേസമയം കുളിയെ പിന്തിപ്പിക്കുന്നത് കൊണ്ട് വിരോധമില്ല. രാത്രി ജനാബത്തുകാരായി, എന്നാൽ സുബഹി നിസ്കാരത്തിന് മുമ്പായി കുളിച്ചാൽ മതി. എന്നിരുന്നാലും അവർ കുളിക്കാതെ കിടന്നുറങ്ങുന്നത് അത്ര നല്ലതല്ല. കുളി നിർബന്ധമില്ല എന്നേ ഉള്ളൂ. സുബഹി നിസ്കാരത്തിന് മുമ്പ് കുളിച്ചാൽ മതി, ഉടനെ കുളിക്കണം എന്നില്ല. തണുപ്പ് കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അസൗകര്യത്തിന്റെ പേരിലോ ജനാബത്ത് ഉണ്ടായ ഉടനെ കുളിക്കുന്നില്ല എങ്കിൽ, ജനാബത്തോടുകൂടെ കിടന്നുറങ്ങാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, ജനാബത്തോടുകൂടെ ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ജസ്റ്റ് വുളു എടുക്കുകയെങ്കിലും വേണം. അത് പ്രത്യേകം സുന്നത്താണ്. വുളു പോലും ഇല്ലാതെ ജനാബത്തുകാരൻ കിടന്നുറങ്ങുന്നതും ഭക്ഷണം കഴിക്കുന്നതും വെള്ളം കുടിക്കുന്നതും കറാഹത്താകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ജനാബത്തുകാരൻ ഉടനെ കുളിക്കുന്നില്ല എങ്കിൽ ജനാബത്തുകാരൻ ഉറങ്ങണം, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കണം, അല്ലെങ്കിൽ വെള്ളം കുടിക്കണം. എന്നാൽ ഒരു വുളു എടുത്താൽ ആ കറാഹത്തുകളിൽ നിന്നെല്ലാം രക്ഷപ്പെടാവുന്നതാകുന്നു. മയ്യത്തിനെ ചുമക്കുന്നതിന് വേണ്ടി വുളു എടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. തഫ്സീർ, ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ, അത്തരം ഗ്രന്ഥങ്ങൾ ചുമക്കുന്നതിന് വേണ്ടി വുളു എടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. അറഫയിൽ നിൽക്കുന്നതിനും സഅയ് ചെയ്യുന്നതിനും വുളു നിർബന്ധമില്ല എങ്കിലും വുളു സുന്നത്താകുന്നു. അതുപോലെ തന്നെ ജംറകളിൽ എറിയുക, ഹജ്ജ് കർമ്മങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണല്ലോ ഏറ്. അങ്ങനെ ജംറകളിൽ എറിയുന്ന സമയത്ത് വുളു എടുക്കുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താകുന്നു. ഇങ്ങനെ ധാരാളം സന്ദർഭങ്ങൾ വുളു എടുക്കൽ സുന്നത്തുള്ള സന്ദർഭങ്ങളുണ്ട്. അത്തരം ഘട്ടങ്ങളിലെല്ലാം വുളു ഉണ്ടായിരിക്കുക എന്നുള്ളത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്തായിട്ട് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. വുളു ഇല്ലാതെ ചെയ്യൽ നിഷിദ്ധമായ പല കാര്യങ്ങളുമുണ്ട്. 6 കാര്യങ്ങളാണ് വുളു ഇല്ലാതെ ചെയ്യൽ നിഷിദ്ധമായത്, ഹറാമായത്. ഒന്ന് നിസ്കാരമാണ്. നിസ്കാരം വുളു ഇല്ലാതെ നാം നിർവഹിക്കാൻ പാടില്ല. ചെറിയ കുട്ടികളെ പോലും നിസ്കരിപ്പിക്കുകയാണ് എങ്കിൽ അവരെ കൊണ്ട് വുളു എടുപ്പിക്കുകയും വേണം. വുളു എടുപ്പിച്ചുകൊണ്ടായിരിക്കണം അവരെ കൊണ്ട് നിസ്കരിപ്പിക്കേണ്ടത്. വുളു ഇല്ലാതെ നിസ്കാരം നിഷിദ്ധമായി വരും. അതുപോലെ തന്നെ തവാഫ് ചെയ്യുന്നതിന് വുളു വേണം. വുളു ഇല്ലാതെ തവാഫ് ചെയ്യാൻ പറ്റില്ല. സഅയ് ചെയ്യാൻ
വുളൂ നിർബന്ധമില്ല എങ്കിലും സുന്നത്തേ ഉള്ളൂ. തവാഫ് അങ്ങനെയല്ല, തവാഫ് ചെയ്യുന്നതിന് തന്നെ വുളൂ ഉണ്ടായിരിക്കൽ നിർബന്ധമാണ്. അതുപോലെ തന്നെ സുജൂദ് ചെയ്യുന്നതിന് വുളൂ നിർബന്ധമാണ്. സുജൂദ് എന്ന് പറയുമ്പോൾ നിസ്കാരത്തിന് സുജൂദല്ല, നിസ്കാരത്തിന് വുളൂ നിർബന്ധമാണ്. നിസ്കാരം എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ സുജൂദും റുക്കുവും ഒക്കെ അതിൽപ്പെട്ടു. അതേസമയം നിസ്കാരത്തിലല്ലാതെ സുജൂദുണ്ട്. തിലാവത്തിന്റെ സുജൂദ്, ഓത്തിന്റെ സുജൂദ്, അതുപോലെ തന്നെ ശുക്രിന്റെ നന്ദി രേഖപ്പെടുത്തുന്ന സുജൂദ്, അത്തരം സുജൂദുകൾക്ക് വേണ്ടി വുളൂ നിർബന്ധമാണ്. വുളൂ ഇല്ലാതെ സുജൂദ് ചെയ്യുക എന്നുള്ളത് നിഷിദ്ധമായ കാര്യമാകുന്നു. ജുമഅയുടെ ഖുതുബക്ക് വുളൂ നിർബന്ധമാണ്. വുളൂ ഇല്ലാതെ ജുമഅയുടെ ഖുതുബ നിർവഹിക്കുക എന്നുള്ളത് ഹറാമാകുന്നു. മുസ്ഹഫ് ചുമക്കുന്നതിനും അത് തൊട്ടു നോക്കുന്നതിനും വുളൂ ഉണ്ടായിരിക്കൽ നിർബന്ധമാണ്. വുളൂ ഇല്ലാതെ മുസ്ഹഫ് ചുമക്കുക എന്നുള്ളതും മുസ്ഹഫ് സ്പർശിക്കുക എന്നുള്ളതും നിഷിദ്ധമായ കാര്യമാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, ലാ യമസ്സുഹു ഇല്ലൽ മുത്തഹ്ഹറൂൻ, ശുദ്ധിയുള്ളവരല്ലാതെ വിശുദ്ധമായ പരിശുദ്ധമായ ഖുർആനിനെ, മുസ്ഹഫിനെ സ്പർശിക്കാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുസ്ഹഫ് സ്പർശിക്കുന്നതിന് വുളൂ ഉണ്ടായിരിക്കൽ നിർബന്ധമായ കാര്യമാണ്. വുളൂ ഇല്ലാതെ സ്പർശനവും മുസ്ഹഫ് ചുമക്കലും ഹറാമാകുന്നു. മുസ്ഹഫ് പോലെ തന്നെയാണ് ഖുർആൻ എഴുതപ്പെട്ട പേജുകളും മറ്റു പലകകളും ഒക്കെ. അത് സ്പർശിക്കാനൊക്കെ വുളൂ വേണം. മുസ്ഹഫ് നിരുപാധികം സ്പർശിക്കുന്നതിനും തൊടുന്നതിനും വുളൂ വേണം. അതേസമയം മുസ്ഹഫ് അല്ലാത്ത ഖുർആൻ എഴുതി വെച്ച കടലാസുകൾ, അല്ലെങ്കിൽ നാം വീട്ടിൽ ഫ്രെയിം ചെയ്തു വെച്ച വസ്തുക്കൾ, അവകൾക്കൊക്കെ വുളൂ ഉണ്ടായിരിക്കൽ നല്ലതാണ്. അതേസമയം പഠനാവശ്യത്തിന് വേണ്ടി എഴുതിയതാണ് എങ്കിൽ, ആയത്തുൽ കുർസി ഒരു പേപ്പറിൽ ഒരു കടലാസിൽ എഴുതി വെച്ചു, എന്തിനു വേണ്ടി? അത് മനഃപ്പാഠമാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അത് ഓതി പഠിക്കാൻ വേണ്ടി എഴുതി വെച്ചതാണ്, അല്ലെങ്കിൽ അത് ഓതാൻ വേണ്ടി എഴുതി വെച്ചതാണ്. എന്നാൽ വുളൂ ഇല്ലാതെ അത് സ്പർശിക്കൽ ഹറാമാകുന്നു, നിഷിദ്ധമാകുന്നു. അത് സ്പർശിക്കുന്നതിന് വുളൂ നിർബന്ധമാണ്. അതേസമയം ബറക്കത്തിന് വേണ്ടി ചില ആയത്തുകളോ അല്ലെങ്കിൽ ചില സൂറത്തുകളോ ഒക്കെ നാം എഴുതി വെക്കാറുണ്ട്. ഫ്രെയിം ചെയ്ത് വീട്ടിന്റെ മുന്നിൽ വെക്കും. അത് ബറക്കത്തിന് വേണ്ടി വെച്ചതുകൊണ്ട് തന്നെ ഓതാൻ വേണ്ടിയോ അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടിയോ ഈ രണ്ടാവശ്യത്തിന് വേണ്ടി അല്ലാതെ എഴുതി വെച്ചതായതുകൊണ്ട് തന്നെ, ബറക്കത്തിന് വേണ്ടി എഴുതി വെച്ചതായതുകൊണ്ട് തന്നെ വുളൂ എടുക്കൽ നിർബന്ധമില്ല. വുളൂ ഇല്ലാതെ അത് സ്പർശിക്കാവുന്നതാണ്, വിരോധം ഇല്ല. അതേസമയം മുസ്ഹഫ് മൊത്തത്തിൽ ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെ എഴുതപ്പെട്ട മുസ്ഹഫ് ബറക്കത്തിന് വേണ്ടിയാണെങ്കിൽ പോലും, ബറക്കത്തിന് വേണ്ടി തയ്യാറാക്കിയ മുസ്ഹഫാണെങ്കിൽ പോലും, ഓതാൻ വേണ്ടി ഉണ്ടാക്കിയ മുസ്ഹഫല്ല എങ്കിൽ പോലും അതിനെ സ്പർശിക്കാൻ വുളൂ നിർബന്ധമാണ്. വുളൂ ഇല്ലാതെ സ്പർശിക്കാൻ പാടില്ല. ഒരു കടലാസിൽ ബറക്കത്തിന് വേണ്ടി അല്ലെങ്കിൽ ഫ്രെയിം ചെയ്ത ആയത്തുൽ കുർസി, ഖുൽ ഹുവല്ലാഹു പോലത്തെ സൂറത്തുകൾ, ഫാത്തിഹ പോലത്തെ സൂറത്തുകൾ ഫ്രെയിം ചെയ്ത് സൂക്ഷിക്കുന്നുണ്ട്. എന്നാൽ അത്തരം കാര്യങ്ങൾ തൊടുന്നതിന് വേണ്ടി വുളൂ ആവശ്യമില്ല. വുളൂ ഇല്ലാതെ സ്പർശിക്കുന്നത് കൊണ്ട് വിരോധം ഇല്ല. മുസ്ഹഫ് മറയോടുകൂടെ സ്പർശിക്കുന്നതും വുളൂ ഇല്ലാതെ സ്പർശിക്കുന്നത് ഹറാമ് തന്നെയാകും. മുസ്ഹഫിന്റെ എഴുത്തില്ലാത്ത വെളുത്ത ഭാഗങ്ങൾ അവിടെ സ്പർശിക്കുന്നതിന് വുളൂ നിർബന്ധമാണ്. മുസ്ഹഫ് സൂക്ഷിക്കാൻ വേണ്ടി തയ്യാറാക്കിയ മുസ്ഹഫിന്റെ പെട്ടി, ആ പെട്ടിയിൽ മുസ്ഹഫ് ഉണ്ടായിരിക്കെ, മുസ്ഹഫിന് വേണ്ടി മാത്രം തയ്യാറാക്കപ്പെട്ട പെട്ടിയുമാണ്. അത്തരം പെട്ടിയെ തൊടുന്നതിന് വേണ്ടിയും വുളൂ നിർബന്ധമാണ്. വുളൂ ഇല്ലാതെ സ്പർശിക്കാൻ പാടില്ല. പക്ഷെ അതിൽ മുസ്ഹഫ് ഉണ്ടായിരിക്കണം എന്നും, അതുപോലെ തന്നെ മുസ്ഹഫിന് വേണ്ടി മാത്രം പ്രത്യേകം തയ്യാർ ചെയ്യപ്പെട്ട പെട്ടിയാണ് എന്ന നിബന്ധനയുണ്ടായിരിക്കണം. ഈ രണ്ട് നിബന്ധനകൾ ഒത്താൽ വുളൂ ഇല്ലാതെ ആ പെട്ടി തൊടുക എന്നുള്ളത് ഹറാമായ കാര്യമാകുന്നു. ഇന്ന് ഗൾഫിൽ നിന്നൊക്കെ പലപ്പോഴും മുസ്ഹഫ് പല പെട്ടിയിൽ കൊണ്ടുവരാറുണ്ട്. മുസ്ഹഫിന് വേണ്ടി മാത്രം ചെറിയ ഒരു പെട്ടി, ആ ഒരു പെട്ടിയിൽ മുസ്ഹഫ് ഉണ്ട്. അത് മുസ്ഹഫിന് വേണ്ടി മാത്രം തയ്യാർ ചെയ്യപ്പെട്ട പെട്ടിയാണ്. ആ പെട്ടിയുടെ മുകളിൽ അൽ ഖുർആനുൽ കരീം എന്നൊക്കെ മനോഹരമായി എഴുതിയിട്ടുണ്ടാകും. അത് മുസ്ഹഫിന് വേണ്ടി തയ്യാർ ചെയ്യപ്പെട്ട പെട്ടിയാണ്. ആ പെട്ടിയിൽ മുസ്ഹഫ് ഉണ്ട്. എന്നാൽ ആ പെട്ടിയെ സ്പർശിക്കൽ, വുളൂ ഇല്ലാതെ സ്പർശിക്കുക എന്നുള്ളത് നിഷിദ്ധമായി വരുന്നതാണ്. മറ്റു ചരക്കുകളോടുകൂടെ മുസ്ഹഫിനെയും നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. എന്നാൽ ആ ചരക്ക് തൊടുന്നതിന് വേണ്ടി വുളൂ നിർബന്ധം ഇല്ല. ഗൾഫിൽ നിന്ന് നമ്മൾ വരുന്ന സമയത്ത് നമ്മുടെ സാധനങ്ങളോടുകൂടെ ഒരു മുസ്ഹഫും കൂടെ ഉണ്ട്. നമ്മുടെ പ്രധാന ഉദ്ദേശം ആ മുസ്ഹഫിനെ ചുമക്കുക എന്നല്ല, ആ ലഗേജ് കൊണ്ടുവരിക എന്നുള്ളതാണ്. ആ ലഗേജ് സ്പർശിക്കുന്നതിന് വുളൂ വേണമെന്നില്ല.
കാരണം മറ്റ് ചരക്കുകളോടുകൂടെയാണ് ആ മുസ്ഹഫിനെ നമ്മൾ കൊണ്ടുവരുന്നത് എന്നുള്ളത് കൊണ്ട് അവിടെ സ്പർശനത്തിന്, ആ ചരക്കിനെ സ്പർശിക്കുന്നതിന് വുളൂ നിർബന്ധമില്ല. അതുപോലെ തന്നെ ഖുർആനിനേക്കാൾ കൂടുതൽ അക്ഷരങ്ങളും കൂടുതൽ വാക്കുകളുമുള്ള തഫ്സീറുകൾ, തഫ്സീറിന്റെ ഗ്രന്ഥം ചുമന്നു നോക്കുന്നതിന്, സ്പർശിച്ചു നോക്കുന്നതിന് വുളൂ നിർബന്ധമില്ല. പ്രായപൂർത്തി എത്തിയിട്ടില്ലാത്ത വകതിരിവ് എത്തിയ കുട്ടികൾ, അത്തരം കുട്ടികൾക്ക് പഠനാവശ്യത്തിന് വേണ്ടി വുളൂ ഇല്ലാതെ മുസ്ഹഫ് ചുമക്കുന്നതിനും അത് സ്പർശിക്കുന്നതിനും സൗകര്യം ചെയ്തു കൊടുക്കുക എന്നുള്ളത് നിഷിദ്ധമല്ല. അവർക്ക് പഠനാവശ്യത്തിന് വേണ്ടി, പ്രായപൂർത്തി എത്തിയിട്ടില്ല, അതുപോലെ തന്നെ വകതിരിവെത്തിയിട്ടുണ്ട്, 7 വയസ്സ് തികഞ്ഞിട്ടുണ്ട്, മദ്രസയിൽ പഠിക്കുന്ന 3-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും 3-ാം ക്ലാസ്സിലും 4-ാം ക്ലാസ്സിലും ഒക്കെയുള്ള കുട്ടികൾ, 7 വയസ്സിൽ പ്രായമായ കുട്ടികളാണ് എങ്കിൽ പഠനാവശ്യത്തിന് വേണ്ടി മുസ്ഹഫ് വുളൂ ഇല്ലാത്തവർക്ക് സ്പർശിക്കാവുന്നതാണ്. പ്രായപൂർത്തി എത്തിയതിന് ശേഷം അത് പറ്റില്ല, വുളൂ ഉണ്ടായിരിക്കണം. മുസ്ഹഫിൽ ദിർഹമുകളും നോട്ടുകളും മറ്റു പണങ്ങളുമൊക്കെ വെക്കുക എന്നുള്ളത് നിഷിദ്ധമാണ്. ചില ആളുകളൊക്കെ മുസ്ഹഫിന്റെ ഉള്ളിൽ നോട്ടുകൾ വെക്കാറുണ്ട്. അത് പാടില്ലാത്ത കാര്യമാകുന്നു, അത് നിഷിദ്ധമാകുന്നു. മുസ്ഹഫ് വെറുതെ പിച്ചി ചീന്തുക എന്നുള്ളതും വെറുതെ കരിച്ചു കളയുക എന്നുള്ളതും നിഷിദ്ധമാണ്. സൂക്ഷിക്കാൻ ബുദ്ധിമുട്ടാകുന്ന രൂപത്തിൽ നുരുമ്പിപ്പോയ മുസ്ഹഫുകളെ കരിച്ചു കളയുന്നത് നിഷിദ്ധമല്ല. അതേസമയം പുതിയൊരു മുസ്ഹഫ് കിട്ടുമ്പോഴേക്ക് പഴയ മുസ്ഹഫിനെ കരിച്ചു കളയുന്ന ചില സമ്പ്രദായങ്ങൾ കണ്ടുവരാറുണ്ട്. നിഷിദ്ധമാണത്. ഓതാൻ കഴിയാത്ത രൂപത്തിൽ നശിച്ചുപോയ മുസ്ഹഫ് അല്ലല്ലോ. അത്തരം മുസ്ഹഫിനെ വെറുതെ കരിച്ചു കളയുന്നത് എന്തിനു വേണ്ടി? ഒരിക്കലും ചെയ്യാൻ പാടില്ല. മുസ്ഹഫിന് നേരെ കാല് നീട്ടുക എന്നുള്ളതും നിഷിദ്ധമാകുന്നു. മുസ്ഹഫ് ഉയർന്ന സ്ഥലത്താണ് എങ്കിൽ മുസ്ഹഫ് വരുന്ന ആ ഭാഗത്തേക്ക് കാൽ നീട്ടുന്നത് കൊണ്ട് വിരോധമില്ല. നമ്മുടെ കാല് നേരെ മുസ്ഹഫിന് നേരെയാണ് പോകുന്നത് എങ്കിൽ അങ്ങനെ കാൽ നീട്ടുക എന്നുള്ളത് നിഷിദ്ധമായ കാര്യമാകുന്നു. ഖുർആൻ അനറബി ഭാഷയിൽ എഴുതൽ ഹറാമാണ്. ഖുർആൻ അറബിയല്ലാത്ത ഭാഷയിൽ എഴുതാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. ബിസ്മി എഴുതുമ്പോഴും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് എഴുതുമ്പോഴൊക്കെ അത് അറബിയിൽ എഴുതുക എന്നുള്ളത് നിർബന്ധമാണ്. അതേസമയം ഖുർആനാണ് എന്ന ലക്ഷ്യത്തോടു കൂടെയല്ലാതെ കേവലം ദിക്റാണ് എന്ന ഉദ്ദേശത്തോടു കൂടെയൊക്കെ അറബിയല്ലാത്ത ഭാഷയിൽ എഴുതാം. ഖുർആൻ എന്ന ഉദ്ദേശത്തോടുകൂടെ ഖുർആനിന്റെ വാക്കുകൾ ഖുർആനിലെ ആയത്തുകൾ അറബിയല്ലാത്ത ഭാഷയിൽ എഴുതുക എന്നുള്ളത് ഹറാമാകുന്നു. ഈ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. അർഹമുർ റഹീമീനായ രാജസയ്യിദായ അല്ലാഹ്, ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ പൊറുക്കണം റഹ്മാനെ. രോഗങ്ങൾക്ക് നീ ശിഫാ നൽകണം റഹ്മാനെ. കടങ്ങൾ നീ വീട്ടിത്തരണം റഹ്മാനെ. വീടില്ലാതെ വിഷമിക്കുന്നവർക്ക് വീട് നൽകണം റഹ്മാനെ. ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണം റഹ്മാനെ. വിവാഹപ്രായം എത്തി നിൽക്കുന്നവർക്ക് അനുയോജ്യരായ ഇണകളെ എളുപ്പമാക്കണം അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഞങ്ങളുടെ ജോലികളിലും സമ്പത്തിലും വരുമാനത്തിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും മക്കളിലും എല്ലാത്തിലും വലിയ ബറക്കത്ത് നൽകണം റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് നീ മഗ്ഫിറത്ത് നൽകണം റഹ്മാനെ. ആഖിബത്ത് നന്നായി വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച പകലോ മരിക്കാൻ നീ തൗഫീഖ് നൽകണം റഹ്മാനെ. ഞങ്ങളുടെ ഖബറും ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരുടെയും ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, വേണ്ടപ്പെട്ടവർ അവരുടെ എല്ലാവരുടെയും ഖബർ നീ സ്വർഗമാക്കി അനുഗ്രഹിക്കണം അല്ലാഹ്. നാളെ സ്വർഗീയ ലോകത്തവരെയും ഞങ്ങളെയും നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം റഹ്മാനെ. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസ്സലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ വസിയ്യത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.